പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, നെവർ ടേക്ക് എനി ഫോം ഓഫ് ഇഞ്ചെക്ഷൻസ് ഫ്രം സലൂൺസ് ഈ സ്കിൻ ലൈറ്റനിങ്ങിന് വേണ്ടിയിട്ടുള്ളത്. ബിക്കോസ് റീസെൻ്റ്ലി എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, ഒരു സ്പായിൽ പോയിട്ട് ഈ IV ഗ്ലൂട്ടഥയോൺ എടുത്ത് ഷീ ലാൻഡഡ് അപ്പ് ഇൻ സോ മച്ച് ഓഫ് കോംപ്ലിക്കേഷൻസ്. ഒരുപാട് പിഗ്മെൻറ്റേഷൻ വന്നു, കഴുത്തിനിടയിൽ കറുപ്പ് വന്നു, അതുപോലെ പെട്ടെന്നൊരു വെയ്റ്റ് ലോസ് വന്നു. ബിക്കോസ് ഇങ്ങനെയുള്ള ഇല്ലീഗലായിട്ടുള്ള പ്ലാറ്റ്ഫോംസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏരിയാസിൽ വരുമ്പോഴത്തേനും ഇവർ ഫേക്ക് ലേബലിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ചിലപ്പം ഓൺലൈൻ മാർക്കറ്റിൽ നിന്നായിരിക്കും വാങ്ങുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്ട്സിൻ്റെ കൂടെ ഇവർ കുറച്ച് സ്റ്റിറോയിഡ്സ് വല്ലതും അഡ്മിനിസ്റ്റർ ചെയ്താലും നമ്മളറിയില്ല. അങ്ങനെയുള്ള കുറച്ച് സേഫ്റ്റി പ്രൊഫൈൽ ഇത് എടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഇത് തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാറ്റഗറി ആൾക്കാരുണ്ട്, ലൈക്ക് പ്രഗ്നൻസി, അതുപോലെ തന്നെ സിവിയർ ആയിട്ടുള്ള ആസ്മയുള്ള പേഷ്യൻസിനും ഇത് എടുക്കാൻ പാടില്ല. അതുപോലെ ഈ ക്യാൻസർ പേഷ്യൻസിനൊക്കെ ഇനിഷ്യലി ഇത് കൊടുത്തിരുന്നു എങ്കിലും എൻ്റെ അടുത്തൊരു ക്യാൻസർ പേഷ്യൻ്റ് വരുമ്പം ഓഫ് കോഴ്സ് ഞാൻ അവരുടെ ഓങ്കോളജിസ്റ്റിൻ്റെ ഒപ്പീനിയൻ എടുത്തിട്ട് വരാൻ പറഞ്ഞിട്ട് മാത്രമാണ് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെയെന്ന് വെച്ചാൽ നമ്മൾ അത്രയും സേഫായിട്ട് പേഷ്യൻറ്റിനെ ഹാൻഡിൽ ചെയ്യുന്നത് കൊണ്ടാണ്. അതുപോലെ ചില ആൾക്കാർ ചോദിക്കും ഇത് എടുക്കുന്നതിന് മുമ്പ് എന്തൊക്കെ നമ്മൾ നോക്കേണ്ടതുണ്ട് ബ്ലഡിൽ എന്ന്. അപ്പോൾ ലിവർ ഫങ്ഷൻ എന്തായാലും നോക്കേണ്ടതാണ്. അതുപോലെ സിങ്കിൻ്റെ ലെവൽസ് നോക്കണം, വൈറ്റമിൻ ഡിൻ്റെ ലെവൽസ് നോക്കണം. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇതിനകത്ത് മെയിൻലി പറയാനുള്ളത്. അപ്പോൾ ആ ഒരു ചോയ്സ് ഓഫ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ഷുഡ് ബി ഇൻ എ റൈറ്റ് ഹാൻഡ്. ഇല്ലയെന്നുണ്ടെങ്കിൽ യു വിൽ എൻഡ് അപ്പ് ഇൻ ടു മച്ച് ഓഫ് കോംപ്ലിക്കേഷൻസ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിമ്പിളായിട്ടുള്ള എല്ലായിടും ചെയ്യുന്നൊരു ഹൈഡ്രാ ഫേഷ്യൽ ആ ഒരു കോവിഡ് ടൈമിൻ്റെ ആ ഒരു സമയത്ത് എൻ്റെ ഒരു പേഷ്യൻ്റ് ഒരു നെക്സ്റ്റ് ഫ്യൂ ഡേയ്സിൽ മാരേജാണ് ആ കുട്ടിയുടെ. അപ്പോൾ ആ ഹൈഡ്രാ ഫേഷ്യൽ അന്ന് ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഷീ വാണ്ടഡ് ടു ട്രൈ. അങ്ങനെ ഇത് ട്രൈ ചെയ്തു. ഒരു 2 ദിവസത്തിൽ ആ കുട്ടിയുടെ സ്കിൻ വന്നിട്ട് ഒരു 8 ടൈംസ് ഡാർക്കനായി. ചെറുതായിട്ടൊന്ന് ബ്രൗൺ ആയതോ ഒന്ന് ഡാർക്കനായി എന്നല്ല, ഷീ ലുക്സ് ലൈക്ക് ഗ്രേ കളറായി. അപ്പോൾ അതിൻ്റെ കുറേയധികം ട്രീറ്റ്മെൻറ്റ്സ് ഒരു 4 വർഷം എന്തായാലും പിന്നിടുന്നു ആ ഫസ്റ്റ് കോവിഡ് വേവ് വന്നിട്ട്. അപ്പോൾ കുറേയധികം ട്രീറ്റ്മെൻറ്റ്സ് ചെയ്തു, ലേസേഴ്സ് ചെയ്തു. ഇത് ഡാർക്ക് ആവുന്നതല്ലാതെ ഒരു രീതിയിലും റെസ്പോണ്ട് ചെയ്യുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അപ്പോൾ അതിൻ്റെ കൂടെ ഈ കുട്ടി ഗ്ലൂട്ടഥയോണും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു ആ സലൂണിൽ നിന്ന്. അങ്ങനെയാണ് ആ ഒരു ഹിസ്റ്ററി പറഞ്ഞത്. പക്ഷേ ഇറ്റ് ടുക്ക് ഓൾമോസ്റ്റ് ലോങ് 8 months ഫോർ മീ ടു ക്യൂർ ദാറ്റ്. പക്ഷേ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ അവർ നോർമൽ സ്കിൻ അവർക്ക് തിരിച്ചു കിട്ടി. പക്ഷേ ഒത്തിരി എടുത്ത് പോയി ലേസേഴ്സ് ചെയ്തു, ഒരുപാട് സ്കിൻ ലൈറ്റനിങ് ട്രീറ്റ്മെൻറ്റ്സ് അല്ലാതെ ചെയ്തു, പീൽസ് ചെയ്തു. ഓഫ് കോഴ്സ് ഈ പിഗ്മെൻറ്റേഷനൊക്കെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ തന്നെയാണിത്. പക്ഷേ ഏത് ട്രീറ്റ്മെൻറ്റ് ആർക്ക് കൊടുക്കണം എന്നുള്ളത് ഒരു ഐഡിയ ഇല്ലാതെ നമുക്ക് ഒരു രീതിയിലും ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ ഈ നമ്മൾ ഇഞ്ചക്ഷന് യൂസ് ചെയ്യുന്നതാണെങ്കിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫൈനായിട്ടുള്ള പ്രൊസീജിയറിന് യൂസ് ചെയ്യുന്നതാണെങ്കിലും അതിൻ്റെ ഈ യൂട്ടിലിറ്റി ഐറ്റംസ് ഉണ്ട് കുറച്ച്, അതിൻ്റെ ഹൈജീനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എൻ്റെ ഒരു അസംഷൻ എന്ന് പറയുന്നത് ഈ ഹൈഡ്രാ ഫേഷ്യലൊക്കെ അത്രയും ഒരു ക്ലിക്കായിട്ട് ഇരുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ പേഷ്യൻസിൻ്റെ ആ ഒരു ഡിമാൻഡ് കൂടിയപ്പോഴത്തേനും അതിൻ്റെ ആ ഒരു ഹൈജീൻ അല്ലെങ്കിൽ അത് സ്റ്റെറിലൈസ് ചെയ്യുന്ന ആ ഒരു പ്രോട്ടോക്കോളൊക്കെ ഒരു തരത്തിൽ എന്തെങ്കിലും ഒരു ഡൈല്യൂഷൻ ഉണ്ടായിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കണം. പിന്നെ ഒരു ക്ലിനിക്കിൽ ചെയ്യുന്ന ആ ഒരു എഫിക്കസിയിൽ ഒരിക്കലും ഒരു സലൂൺ പീപ്പിൾ ട്രെയിൻഡ് ആയിരിക്കില്ല. നല്ല സലൂൺസ് ഉണ്ട്, ഐ ഡു എഗ്രി ദാറ്റ്. ബട്ട് സ്റ്റിൽ ആ ഒരു ലാക്ക് ഓഫ് ക്വാളിറ്റി വന്നതുകൊണ്ടായിരിക്കും ആ കുട്ടിക്ക് ഒരു 4 വർഷം ഭയങ്കര ഡാർക്ക് സ്കിന്നായി. പക്ഷേ 8 months നോർമലായി. അപ്പോൾ ഈ ഒരു സ്റ്റോറി കേൾക്കുമ്പോൾ എല്ലാവർക്കും വിചാരിക്കും ഗ്ലൂട്ടഥയോൺ എന്ന് പറയുമ്പോൾ വൺസ് ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആണ്. പക്ഷേ മെയിൻ്റനൻസ് വേണം. അതിനോടൊപ്പം തന്നെ ഒരു പ്രോപ്പർ സ്കിൻ കെയർ റുട്ടീനും കൂടെ വേണം. പിന്നെ ചില ആൾക്കാർ പറയാറുണ്ട് ഈ ഒരു വീട്ടിൽ നിന്ന് തന്നെ 1-2 പേര് ഒന്നിച്ച് നമുക്ക് ഗ്ലൂട്ടഥയോൺ എടുക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരുണ്ട്. സോ അങ്ങനെയുള്ള ആൾക്കാർ വരുമ്പോൾ റിസൾട്ട്സ് 3 പേർക്ക് 3 ആയിരിക്കും കിട്ടുന്നത്. ഇവരുടെ ധാരണ എനിക്ക് കിട്ടിയത് തന്നെ ആയിരിക്കും അപ്പുറത്തെ ആൾക്കും കിട്ടുന്നത്. ആക്ച്വലി ജെനറ്റിക് മാറ്റേഴ്സ് എ ലോട്ട്. അതുപോലെ തന്നെ ഒരു പെർട്ടിക്കുലർ സ്കിൻ കളറിന് മേലെ നമുക്ക് ഒരു സ്കിൻ ലൈറ്റനിങ് മോസ്റ്റ് ഓഫ് ദ ടൈംസ് പോസിബിൾ ആയിരിക്കില്ല.
വിത്ത് ഗ്ലൂട്ടത്തയോൺ. ഈ ഗ്ലൂട്ടത്തയോൺ എടുക്കുന്ന പേഷ്യൻസിനെല്ലാം ശരിക്കും പറഞ്ഞാൽ ഒരു അൺറിയലിസ്റ്റിക് എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും. ലൈക്ക് ചില ആൾക്കാർ വന്നിട്ട് പറയും, ഡോക്ടറെ എനിക്കൊരു 6 ഷെയ്ഡ് ലൈറ്റർ ആവണം. ആക്ച്വലി അത് പോസിബിൾ അല്ല. നമ്മളുടെ ജെനറ്റിക്സ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് മാറ്റർ ചെയ്യും. ഫസ്റ്റ് തിങ്, അതിൻ്റെ കൂടെ തന്നെ പ്രോപ്പർ ഹൈഡ്രേഷൻ, ഓറൽ സപ്ലിമെൻറ്റ്സ്, ഗുഡ് സ്കിൻ കെയർ റുട്ടീൻ, അതുപോലെ ഗുഡ് ഫുഡ്, സ്ലീപ്പ്, അതൊക്കെയാണ് ഇതിന് കുറച്ചും കൂടെ ഒരു ആഡഡ് ബെനിഫിറ്റ് തരുന്നത്. യുവർ സ്കിൻ വിൽ ബി ലൈക്ക് ഗ്ലോയിങ്, നല്ല റേഡിയൻ്റ് ആവുകയും ചെയ്യും. അല്ലാതെ 5 ഷെയ്ഡ്സ് ലൈറ്റർ ആവണം, 8 ഷെയ്ഡ്സ് ലൈറ്റർ ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദ ടൈംസ് അത് പോസിബിൾ ആയിരിക്കില്ല. അതുപോലെ തന്നെ അടുത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേക്ക് ലേബലിംഗ് ആയിട്ടുള്ള പ്രൊഡക്ട്സ്, ഓൺലൈൻ മീഡിയയിൽ നിന്ന് നമ്മൾ വാങ്ങുന്ന ഇഞ്ചെക്റ്റബിൾസ്, അതൊന്നും ഒരിക്കലും സേഫായിട്ടുള്ളൊരു റിസൾട്ട്സ് നമുക്ക് ഒരിക്കലും കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ഗുഡ് വെണ്ടറിൻ്റെ കയ്യിൽ നിന്ന് എടുക്കുന്ന ഫാർമ ഗ്രേഡ് ആയിട്ടുള്ള ഗ്ലൂട്ടത്തയോൺ അല്ലെങ്കിൽ IV സ്കിൻ ലൈറ്റനിങ് ഏജൻറ്റ്സ് ആയിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ ചില കണ്ടീഷൻസ് ഉണ്ട് ഗ്ലൂട്ടത്തയോൺ വർക്ക് ചെയ്യില്ല. അതെന്ന് പറയുന്നത് ഈ PCODയുടെ പിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ അക്കാന്തോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറഞ്ഞാൽ ഈ കഴുത്തിലും ബാക്കി ഇൻറ്റിമേറ്റ് ഏരിയയിലും ഒക്കെ നല്ല കറുത്ത സ്കിൻ വരുന്ന അവസ്ഥ, അതിനൊന്നും ശരിക്കും പറഞ്ഞാൽ ഗ്ലൂട്ടത്തയോണിൻ്റെ തെറാപ്പി വന്നിട്ട് അത്ര യൂസ്ഫുൾ ആയിട്ട് കാണാറില്ല. ബേസിക്കലി ഈ ഒരു നല്ല സന്ദേശവുമായിട്ട് ഇന്ന് വൈൻഡപ്പ് ചെയ്യുന്നു. വീണ്ടും കാണാം മറ്റൊരു സ്പന്ദനം എപ്പിസോഡിലൂടെ.